കദളിപ്പഴം കൊണ്ട് ഒരു ഹൽവ ഉണ്ടാക്കുന്നത് കാണിച്ചത്. കദളിപ്പഴമാണ് ഇത്. തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. പഴമെല്ലാം ഇഡ്ഡലി തട്ടിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിച്ച് കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇത് വെന്തിട്ട് അതിനുശേഷം ഒരു പാത്രത്തിൽ ശർക്കരയാണ് ഞാൻ എടുക്കുന്നത്. ഒരു 250 അടുത്തുണ്ടാവും. അത് ഉരുക്കി എടുക്കുന്നുണ്ട്. മധുരം വേണ്ടതിൽ കൂടുതലെടുക്കാം. അപ്പോഴത്തേക്ക് ഈ സൈഡിൽ പഴമെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇന്ന് ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ടോ. പിന്നെ കുറച്ച് തേങ്ങ, അണ്ടിപ്പരിപ്പ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പഴം ചൂട് തന്നതിന് ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. അതൊരു പാത്രത്തിലേക്ക് ചേർത്ത് അതിൻ്റെ അകത്ത് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര, പിന്നെ ഗോതമ്പ് പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ആക്കിയിട്ട് നമ്മൾ അരച്ച് വെച്ച പഴത്തിൻ്റെ അകത്തേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം അടുപ്പ് കത്തിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക. നമ്മൾ വറവിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് തേങ്ങ ഗോൾഡൻ കളറാക്കി മാറ്റി വെച്ചു. അതിന് ശേഷം അണ്ടിപ്പരിപ്പ് എടുത്ത് ഗോൾഡൻ കളറാക്കി അതും മാറ്റി വെച്ചു. നമ്മൾ വെന്ത് ഏകദേശം സെറ്റായി വരുന്നെടുത്താൽ നന്നായി കൈയെടുക്കാതെ ഇളക്കണേ. ഇത് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ഒന്നുകൂടി സെറ്റാക്കി എടുക്കണം. കുറച്ച് ഏലക്കായും ചേർത്ത് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കണേ, ഇല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചു ഒരു ബബിൾസൊക്കെ ഇങ്ങനെ പൊങ്ങി വരും. നമ്മൾ വറവ് എടുത്ത് വെച്ച പകുതി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നന്നായി മിക്സാക്കി കൊടുക്കുക. കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കണേ. 10-25 മിനിറ്റ് എന്തായാലും വേണം. ഏകദേശം സെറ്റായതിനു ശേഷം ഞാനൊരു പാത്രത്തിൽ നെയ്യ് തടവി അതിനകത്തേക്ക് പഴത്തിൻ്റെ ഹൽവ മാറ്റുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും തേങ്ങയും ചേർത്ത് കുറച്ച് നെയ്യ് സ്പൂണുമേലാക്കിയിട്ട് തിരിച്ച് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ നമ്മൾ ഹൽവ റെഡിയായി സെറ്റായി കിട്ടും. വേണ്ടാവും. ഇനി ഇത് കുറച്ച് കാലം ഫ്രിഡ്ജിൽ വെച്ചാലൊന്നും ആവില്ല. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പഴം കഴിക്കാത്തവർക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്താൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ.